അവസാന ലാപ്പിൽ ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറയ്ക്കാൻ മുൻ കേന്ദ്രമന്ത്രിയെ എത്തിച്ച് എൻഡിഎ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂന്നാറിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ വോട്ടഭ്യർത്ഥിച്ചു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തോട്ടമേഖലയിൽ മുൻ കേന്ദ്രമന്ത്രി എത്തിച്ച് തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തുകയാണ് എൻഡിഎ മുന്നണി. പോയ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടമേഖലയിൽ നിന്നും കൂടുതൽ വോട്ട് നേടാമെന്ന പ്രതീക്ഷ എൻഡിഎ സ്ഥാനാർത്ഥിക്കും മുന്നണിക്കുമുണ്ട്. ഈ പ്രതീക്ഷ മുൻനിർത്തി തുടക്കം മുതൽ തോട്ടമേഖലയിൽ എൻഡിഎയുടെ പ്രവർത്തകർ പ്രചാരണം സജീവമാക്കിയിരുന്നു. ഇതിന് കൂടുതൽ ആവേശം പകർന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂന്നാറിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ എത്തിയതും വോട്ടഭ്യർത്ഥിച്ചതും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ആദിവാസി മേഖലയിലും തോട്ടമേഖലയിലും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇടപെടൽ നടത്തുമെന്നും പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. பல சாலை வசதிகள் கிடையாது, ரோடு வசதி கிடையாது, மின்சார வசதி கிடையாது, சரியான குடிநீர் கிடையாது, அவர்கள் தயார்படுத்தக்கூடிய பொருளுக்கு நியாயமான விலை கிடையாது. இதெல்லாம் அந்த ஆதிவாசி மக்களுக்கு கிடைக்கக்கூடிய வகையில் நிச்சயமாக தேசிய ஜனநாயக கூட்டணியுடைய அரசு பிரதிநிதிகள் குரல் கொடுப்பார்கள், அதில் வெற்றியும் பெறுவார்கள். മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും ടൗണിലെത്തിയ മറ്റാളുകളോടുമൊക്കെ മുൻ കേന്ദ്രമന്ത്രി വോട്ടഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലുമെന്ന് ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾ പ്രചരണത്തിനെത്തിയിരുന്നു. മൂന്നാറിന് പുറമെ നെടുങ്കണ്ടത്തും പൊൻ രാധാകൃഷ്ണൻ ഇന്ന് പ്രചരണത്തിനെത്തി. തമിഴ്നാട്ടിലെ കന്യാകുമാരി മണ്ഡലത്തിൽ നിന്നും ഇത്തവണ ജനവിധി തേടിയിട്ടുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് പൊൻ രാധാകൃഷ്ണൻ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.